നാട്ടിലെ നമ്മുടെ നഴ്സുമാരുടെ സമരം ഏകദേശം ഒത്തുതീർപ്പായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ജൂബിലിയിലും അമലയിലും ഒക്കെ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സമരം ചെയ്യുന്നത് സഭാവിരുദ്ധമായിട്ടാണെന്നാണ് നമ്മൾ പുറത്തുനിന്ന് ന്യൂസിൽ കേൾക്കുന്നത്. ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അവർ സമരം ചെയ്യണത് അവർ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ സഭാവിരുദ്ധമായിട്ടാണോ? നഴ്സുമാരുടെ സമരം ഒരിക്കലും സഭാവിരുദ്ധമല്ല. വളരെ ക്ലിയറാണ്. അവിടെ ഇരിക്കുന്ന 90% നഴ്സുമാർ ക്രിസ്ത്യാനികളാണ്. അവരവിടെ സമരം ചെയ്യുന്നത് ന്യായമായ വേതനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ജൂബിലിയിലെ ഡെയിലി വേജസിന് കയറി വർക്ക് ചെയ്യുന്ന 1250 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന നഴ്സുമാർ, ഡെയിലി വേജസിന് നമ്മൾ ആ പോയിന്റ് ശ്രദ്ധിക്കണം. ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് കൊടുക്കുന്ന ആ ഒരു ശമ്പളം, അതാണ് പുറത്ത് സമരത്തിന് നിൽക്കുന്ന നഴ്സുമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കാൻ എന്തിനാണ് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനം ശാഠ്യം പിടിക്കുന്നത്? എന്തിനാണ് ഈ ഒരു സമരത്തെ സഭയ്ക്കെതിരായും അല്ലെങ്കിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിനെതിരായും അല്ലെങ്കിൽ എതിരായിട്ടുള്ള ഒരു സമരമായിട്ട് ചിത്രീകരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തൊരു വ്യക്തി എന്ന നിലയിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും അതിലുപരി ഒരു നേഴ്സ് എന്ന നിലയിലും എനിക്ക് ഇതേക്കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ മാനസികമായി തളർത്തുന്നതിനേക്കാൾ ഉപരി ഞാൻ ചിന്തിക്കുന്നത് അവിടെ ആ സമരത്തിൽ പന്തലിൽ കിടക്കുന്ന നേഴ്സുമാരെയാണ്. കാരണം ന്യായമായ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളച്ചൊടിച്ച് ഒരു സഭാവിരുദ്ധം അല്ലെങ്കിൽ ധിക്കാരം, എന്താ പറയുക, സ്വാർത്ഥ താല്പര്യം എന്ന ലെവലിലേക്ക് വളച്ചൊടിക്കുക എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് അത് വളരെയധികം ഹെർട്ട് ചെയ്യും. ജൂബിലി മിഷനും സഭയും നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ റീസെന്റ് വായിച്ചായിരുന്നു. ചേട്ടൻ അത് കണ്ടായിരുന്നോ? ഞങ്ങളുടെ പള്ളി ഗ്രൂപ്പുകളിൽ വന്നൊരു മെസ്സേജാണ് അത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സമരം, അതായത് കഴിഞ്ഞ വിശുദിനത്തിന് മുന്നോടിയായിട്ട് 7-ാം തീയതിയോ തോന്നുന്നു, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് ഇറങ്ങുണ്ടായി. അപ്പോൾ ആ മാർച്ചിൽ പങ്കെടുത്ത 2 വൈദികർ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അവരെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഇത് സഭാവിരുദ്ധമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു വാർത്ത വന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഇരിക്കുന്ന ആരും സഭാവിരുദ്ധികളല്ല. അവരെ കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കളും സഭാവിരുദ്ധികളല്ല. ഇവരെല്ലാം ഈ പറഞ്ഞ ഇടവകളിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 വശമുണ്ട്. അതായത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രസ്റ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയർമാൻ ഈ വ്യക്തിയാണ്, അതായത് നമ്മുടെ രൂപതയുടെ പരമാധികാരിയാണ്. അതുപോലെ തന്നെ ജൂബിലി മിഷനിലെ CEO എന്ന് പറയുന്ന വ്യക്തിയും ഈ പറഞ്ഞ രൂപതയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആരും അറിയാതെ ഇവിടെ ഇത്രയും വലിയൊരു സംഭവം നടക്കത്തില്ല. അതൊന്ന് ധരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ സമര സംഘാടകർ ചെയ്ത ഒരു മാർച്ചാണ്, അല്ലെങ്കിൽ അത് അവർ ഇനി കണ്ണ് തുറന്നോട്ടെ എന്ന് ചെയ്തൊരു സമരമുറയാണ്. അതിന് ഇത് ഇത്രമാത്രം വളച്ചൊടിച്ച് സഭാവിരുദ്ധമാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ സമരത്തിന് പങ്കെടുത്ത 2 വൈദികർ എന്ത് തന്നെയായിരുന്നു, അവർ വൈദികരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരെന്തുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള എക്സ്പ്രഷൻ ചിലപ്പോൾ ഈ സഭ പറയേണ്ടി വരും. അതിലേക്കൊന്നും നമ്മൾ കിടക്കാതിരിക്കാൻ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ വലിയ കുറ്റം ചെയ്ത ആൾക്കാർ ഇപ്പോഴും സഭയിലും എല്ലായിടത്തും തുടരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയുള്ള സംഭവം. ആ ഒരു സമരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സമരമുറ എന്താ പറയുക, ജൂബിലി മിഷനെയും അതുപോലെ തന്നെ തൃശ്ശൂർ രൂപതേനെയും ഒന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പിറ്റത്തെ ദിവസം സഭയുടെ എന്താ പറയുക, നേരിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് അല്ല, സഭയുടെ എന്തോ ഒരു കത്തോലിക്ക കോൺഗ്രസ്സോ അങ്ങനത്തെ പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് അതിൻ്റെ ലേഖനം എഴുതിയേക്കുന്നത്. അതിന് വ്യക്തമായ മറുപടി എനിക്ക് തോന്നുന്നു പലരും കൊടുത്തിട്ടുണ്ട്. കാരണം ന്യായമായ വേതനത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ഒരു സഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരെ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ സമരം ചെയ്യുന്ന നഴ്സുമാർ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇപ്പോൾ നിരാഹാര സമരത്തിൽ കടക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ സമരം ഒരിക്കലും ഒത്തുതീർപ്പാക്കരുത് എന്നുള്ളത് ജൂബിലി ഉള്ളിലുള്ള, അത് ട്രസ്റ്റിയുടെ ഉള്ളിലുള്ള ഒരു ഹിഡൻ അജണ്ടയാണ്. അതെനിക്ക് തോന്നുന്നു ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ UN എന്ന പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടിയായിരിക്കാം, നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. കാരണം ആ പ്രസ്ഥാനം തുടരുമ്പോൾ അത് നഴ്സുമാർക്കൊരു എംപവർമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പവറാണ്. ആ പവർ ഉള്ളിടത്തോളം കാലം ജൂബിലിയിലെ അടിമപ്പണി അല്ലെങ്കിൽ നഴ്സുമാരെ കൂടെ അടിമപ്പണി, അതായത് എനിക്ക് തോന്നുന്നു 2000 മുമ്പ് അടിമപ്പണി ചെയ്തെന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനം പൊളിഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എങ്കിൽ മാത്രമേ ഈ അവിടെ കാണുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുകളിലെ എല്ലാ ബിൽഡിങ്ങുകളും കെട്ടിപ്പടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിനെതിരെ ഇത്രത്തോളം എതിർക്കുന്നത്. നമ്മുടെ UN ഒരു സഭാവിരുദ്ധ സംഘടനയായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മുടെ UN എന്ന് പറയുന്ന ഒരു സംഘടന സഭാവിരുദ്ധ സംഘടനയായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ UN ഒരു സഭാവിരുദ്ധ സംഘടനയാണെന്ന്. ചിലപ്പോൾ UN സഭാവിരുദ്ധ സംഘടനയായി തോന്നുന്നത് സഭയിലുള്ള നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ അണികൾക്കായിരിക്കാം.
ഒരു നേഴ്സ് പോലും ഒരിക്കലും പറയില്ല യു എൻ എ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മതത്തിനോ ഒന്നും അണ്ടറിലല്ല, ഒരു സ്വതന്ത്ര നഴ്സുമാരുടെ സംഘടനയാണ്. 2011 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു എൻ എ എന്താണെന്നുള്ളത് നഴ്സിംഗ് സമൂഹം മനസ്സിലാക്കിയത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നഴ്സുമാരുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് യു എൻ എ. യു എൻ എ തകർക്കാൻ വേണ്ടിയിട്ട് 2011 തൊട്ടേ ഒരുപാട് മാനേജ്മെൻറ്റ് സമരമല്ല, ശ്രമിച്ചിട്ടുണ്ട്. കള്ളക്കേസുകൾ കൊടുത്തിട്ടും ഞങ്ങളുടെ ജാസിം ഷാനെ കേസിൽപ്പെടുത്തിയിട്ടും, അതുപോലെ ജാസിം ഷാ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ നേതാക്കന്മാരെയും, മുൻനിരയിലുള്ള എല്ലാ നഴ്സുമാരെയും പല പല കേസുകൾ പെടുത്തിയിട്ട് വീണ്ടും വീണ്ടും അതേ സെയിം കേസ് തന്നെ കുത്തിപ്പൊക്കി തകർക്കാൻ നോക്കിയൊരു പ്രസ്ഥാനമാണ് യു എൻ എ. എന്നിട്ടും യു എൻ എ ഇത്രയും ശക്തിയോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളത് നഴ്സുമാരുടെ വിശ്വാസവും അവർക്ക് അതിലുള്ള പ്രതീക്ഷയാണ്. അത് എന്ത് തന്നെയായാലും തുടർന്ന് കൊണ്ടുപോകുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഇത്രേ അധികം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ട് ഈ 2 സ്ഥാപനങ്ങൾ വെച്ച് ബാക്കി എല്ലായിടത്തും മാന്യമായ വേതനം വാങ്ങിച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അത് കൊണ്ട് തന്നെ ഒരിക്കലും ഇത് ഒരു ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിനോ അല്ലെങ്കിൽ ഏതൊരു സഭയ്ക്കോ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയത്തിനോ അണ്ടറിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സഭാവിരുദ്ധമായിട്ട് മാറുന്നത്? യു എൻ എക്ക് ഒരു സ്ട്രാറ്റജിയുള്ളൂ, നഴ്സുമാരുടെ ഉന്നമനം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യങ്ങളും അതിൻ്റെ പുറകിലില്ല.